ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വലിയൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, +1 വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾ ഇനി +1 എന്ന് ഞാൻ വിളിക്കുന്നില്ല, +2ലേക്ക് കടക്കാൻ പോകുന്ന +1 പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാത്തിരുന്ന ഒരു അപ്ഡേറ്റ്. നിങ്ങളുടെ റിസൾട്ട് വൈകിക്കുമോ അല്ലെങ്കിൽ ഈ പറയുന്ന ലേറ്റ് ആക്കുമോ എന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതെന്തായാലും ജൂൺ 10 തന്നെയാണ്. അതിലൊരു സംശയത്തിന്റെ ആവശ്യമില്ല. ജൂൺ 10-ാം തീയതി എന്തായാലും നിങ്ങളുടെ +1 റിസൾട്ട് ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ വഴി അറിയാൻ സാധിക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾ ഒരിക്കലും ലാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ തോറ്റു പോകുന്നില്ല. സ്റ്റിൽ കയറി വരാനുള്ള ഒരു അവസരമുണ്ട്. അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഇനി വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹയർ സെക്കൻഡറി, ഇപ്പോൾ SSLCയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫുൾ A+കളുടെ എണ്ണമൊക്കെ കുറഞ്ഞു, നമ്മൾ കണ്ടു. പക്ഷേ ഹയർ സെക്കൻഡറി DHSC ആണ് +1ന്റെയും +2ന്റെയും ഒക്കെ പേപ്പർ വാല്യൂഷനും ബാക്കി എല്ലാ നടപടികളും കൺട്രോൾ ചെയ്യുന്നത്. +2വിൽ നമ്മൾ കണ്ടൊരു ട്രെൻഡ് ഉണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ വിജയശതമാനം ജസ്റ്റ് നേരിയ വ്യത്യാസം ഉണ്ട് എങ്കിൽ പോലും A+കളുടെ എണ്ണത്തിലെല്ലാം വലിയ വ്യത്യാസം, വലിയ കൂടുതൽ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രതീക്ഷിക്കാത്ത പലർക്കും കൂടുതൽ മാർക്ക്, പല വിദ്യാർത്ഥികളും സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവർക്ക് കിട്ടിയ മാർക്കിൽ. ചിലരൊക്കെ തോറ്റു, സ്വാഭാവികമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഓവറോൾ റിസൾട്ട് നോക്കുമ്പോൾ ഫുൾ A+കളുടെ എണ്ണത്തിലൊക്കെ വർധനവുണ്ടായിട്ടുണ്ട്. ഫുൾ മാർക്ക് മേടിച്ചവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. അത് ഒന്നുകൂടി ഇഴകേറി പരിശോധിക്കുമ്പോൾ ഗേൾസ് ആണ് കൂടുതൽ സ്കോർ ചെയ്തത് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന +1 റിസൾട്ടിലും ഇതേ ട്രെൻഡ് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അധ്യാപകർ തന്നെ പറയുന്നത്. അതായത് നിങ്ങളിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം മാർക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഫുൾ A+കൾ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന വിജയിക്കുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾ വരെ പല വിഷയങ്ങളിലും മാർജിനലായിട്ട് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു പക്ഷേ താഴോട്ടായി പോയാൽ തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇംപ്രൂവ്മെന്റ് എക്സാം എപ്പോൾ നടത്തണം എന്നുള്ളതിൽ ഒരു മാറ്റം ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ഒരു പക്ഷേ നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം വിദ്യാർത്ഥികളുടെ നിലപാടുകളും അധ്യാപകരുടെ മറ്റ് അഭിപ്രായങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് ചിലപ്പോൾ ആ ഒരു പബ്ലിക് എക്സാം +2വിനോടൊപ്പം നടന്ന ഒരു ക്രമം തന്നെ ചിലപ്പോൾ മാറ്റിയെന്നും വന്നേക്കാം, ആരറിഞ്ഞു അല്ലേ? അപ്പോൾ എന്തായാലും വളരെ കൂളായിട്ട് ടെൻഷനൊക്കെ കുറച്ചിരിക്കുക. വാല്യൂഷൻ ക്യാമ്പുകളിലുള്ള അധ്യാപകർ തന്നെയാണ് +2ന്റെ റിസൾട്ടിന് പിന്നാലെ +1ഉം ഇതേ ട്രെൻഡിൽ തന്നെ ആകും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു.